ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദെയർ ഡെലീഷ്യസ് എക്സ്പാറ്റ്. ഇന്ന് നമ്മളിവിടെ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മോര് കറിയാണ് കേട്ടോ. ഒരു 5-6 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മോര് കറി. ഇത് ജർമ്മനിലുള്ള സ്റ്റുഡൻസിനും ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ്: സവോള, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, യോഗട്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ അത്യാവശ്യത്തിന് ഓയിൽ, കടുക്, ഉപ്പ്. അപ്പോൾ ഞാനിന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്ന യോഗട്ട് എന്ന് പറയുന്നത് ലിഡിൽ നിന്ന് വാങ്ങിയ യോഗട്ടാണ്. 3.5% യോഗട്ട്. ബാക്കിയുള്ള സൂപ്പർ മാർക്കറ്റിൽ ഫോർ എക്സാമ്പിൾ കൗഫ്ലാൻഡ്, റവേ എന്നുള്ള യോഗട്ടൊക്കെ കുറച്ച് സ്വീറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും എനിക്ക് കുറച്ച് പുളി കൂടുതലായിട്ട് തോന്നിയത് ലിഡിലെ യോഗട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ലിഡിലെ യോഗട്ടാണ്. ഞാനിവിടെ 2 പാക്കറ്റ് യോഗട്ടാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. കനം കുറച്ച് നീളത്തിൽ ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ വഴറ്റിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഞാൻ പച്ചമുളകും ഇതുപോലെ തന്നെ നീളത്തിലാണ് കീറിയെടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ യോഗട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിപ്പോൾ തിക്കായിട്ടുള്ള മോര് കറിയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ചുള്ള വെള്ളം ചേർത്താൽ മതി. നിങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടി ലൂസായിട്ടുള്ള മോര് കറിയാണ് വേണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോഴും കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ, കാരണം എനിക്ക് തിക്കായിട്ടുള്ള മോര് കറിയാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം പാൻ ചൂടാക്കി നമുക്ക് കടുക് പൊട്ടിക്കാം. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ലേശം ഓയിൽ ഒഴിക്കാം. അതിനുശേഷം കടുക് പൊട്ടിക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഏറ്റവും ലാസ്റ്റ് ഞാൻ ചേർക്കാറുള്ളൂ, അല്ലെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും ചെറു ചൂടിൽ ഇത് വഴറ്റുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിതൊരു ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റണം. നമുക്കിത് ചെറു ചൂടിൽ ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നീട് നമ്മൾ ബാക്കി വെച്ചിരുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു ഗോൾഡൻ കളറാകുന്ന വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന യോഗട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. ചെറു ചൂടിൽ മാത്രമേ ഇത് ഇളക്കാൻ പാടുള്ളൂ. ചൂട് കൂടിപ്പോയാൽ യോഗട്ട് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറു ചൂടിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തിക്കായുള്ള മോര് കറി ഇതൊരു 30 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിത് രുചികരമായിട്ട് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ലഞ്ച്. ചൂട് ചോറിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച മോര് കറി ഒഴിക്കാം. അതിനുശേഷം ചെറിയൊരു മീനച്ചാർ, പൊരിച്ച മുട്ട, അച്ചാർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ലഞ്ച് റെഡി ആയി കഴിഞ്ഞു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ആൻഡ് വിഷ് യു ഹാപ്പി സൺഡേ.